ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. 250-നും 700-നും ഇടയിൽ 8 നിശ്ചയം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? 250-നും 700-നും ഇടയിൽ 8 നിശ്ചയം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഇത് കണ്ടെത്താൻ വേണ്ടി പല വഴികളുണ്ട്. 10ാം ക്ലാസ്സിലെ സമാന ശ്രേണി അല്ലെങ്കിൽ അർത്ഥമാറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് ധാരണയുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ 250-ന് ശേഷം വരുന്ന 8ന്റെ ഗുണിതം ഏതാണെന്ന് നോക്കും. അതുപോലെ 700-ന് തൊട്ട് മുമ്പെയുള്ള 8ന്റെ ഗുണിതം ഏതാണെന്ന് നോക്കും. എന്നിട്ട് അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1 ആ സൂത്രമൊക്കെ ഉപയോഗിച്ച് കണ്ടെത്താൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. എങ്ങനെയാണ് അതിന്റെ രീതി ഇതാണ്. ആദ്യം 250-നെ 8 കൊണ്ട് ഹരിച്ചു നോക്കും. 250-നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 8 24, ബാക്കി 1 10-ലാണെങ്കിൽ 1 8 ബാക്കി 2 ശിഷ്ടം 2 കിട്ടും. ശിഷ്ടം 2 കിട്ടുന്നതിന്റെ അർത്ഥം 250-നേക്കാൾ 2 കുറവ്, അതായത് 248 ആണെങ്കിൽ അത് 8ന്റെ ഗുണിതമാണ്. പക്ഷെ അത് 250-നേക്കാൾ ചെറുതാണ്. അപ്പോൾ 250-ന് ശേഷമുള്ള ആദ്യത്തെ 8ന്റെ ഗുണിതം കാണാൻ വേണ്ടി ഒരു 8 കൂടി കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 256 കിട്ടും. 248 കൂടി 256, ഇതാണ് 8ന്റെ ഗുണിതമായി വരുന്ന 250-ന് ശേഷമുള്ള സംഖ്യ. ഇതേപോലെ 700-ന് തൊട്ട് മുമ്പേ 8ന്റെ ഗുണിതം കാണാൻ വേണ്ടി 700 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 8 8 64 ബാക്കി 6, 60-ലാണെങ്കിൽ 7 8 56 ബാക്കി 4 കിട്ടും. അതിന്റെ അർത്ഥം 700-നേക്കാൾ 4 ശിഷ്ടം 4 ആണ്. 700-നേക്കാൾ 4 കുറവ്, അതായത് 696 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? 8ന്റെ ഗുണിതമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യ 256-ഉം അവസാനത്തെ സംഖ്യ 696 കിട്ടും. അതായത് 8ന്റെ ഗുണിതമായി വരുന്ന 250-ന് ശേഷം വരുന്ന സംഖ്യ 256, 700-ന് മുമ്പേ വരുന്നത് 696. ഇത് രണ്ടും കിട്ടിയ അവസ്ഥക്ക് പദങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടി എന്ന് പറയുന്നത് അവസാന പദം 696 മൈനസ് ആദ്യ പദം 256 ബൈ പൊതുവ്യത്യാസം 8 വരിക. അതിനോട് 1 കൂട്ടുന്നു. 696-ന് 256 കുറച്ചാൽ നമുക്ക് എത്ര 440 കിട്ടും. 440-ന് 8 കൊണ്ട് ഇരിക്കുന്നു, 1 കൂട്ടുന്നു. 440-ൽ എത്ര ഇട്ടു പോകും? 5 8 40, 5 8 40. അപ്പോൾ 55 കിട്ടും. 55 + 1 56. അപ്പോൾ 56-ആണ് 250-ന് 700 ഇടയിലുള്ള 8ന്റെ ഗുണിതങ്ങളുടെ എണ്ണം. ഇത് മറ്റൊരു ചെയ്യാം. പിന്നെ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഹരിച്ച ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് 250-ന് 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 31 കിട്ടും. ഈ 31 ശിഷ്ടം അവിടെ നിൽക്കട്ടെ. ഈ 31-ആണ് പൂർണ്ണമായിട്ടുള്ള എണ്ണം കിട്ടുക. അതായത് 1 മുതൽ 250 വരെ 8ന്റെ ഗുണിതം 31 ഉണ്ടെന്ന് അർത്ഥം. ഇപ്പൊ 700 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 87 കിട്ടുന്നത്. അതിന്റെ അർത്ഥം 1 മുതൽ 700 വരെ 8ന്റെ ഗുണിതമായി എത്ര ഉണ്ട്? 87 ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. അതായത് 1 മുതൽ 250 വരെ 31-നും 1 മുതൽ 700 വരെ 87 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 250 700 ഇടയിലുള്ള 8ന്റെ ഗുണിതം കാണാൻ വേണ്ടിയിട്ട് ഈ 87-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ 31 അങ്ങോട്ട് കുറച്ചാൽ മതി. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 56 കിട്ടും. അപ്പോൾ 56-ആണ് ഉത്തരമായിട്ട് വരിക. ഈ രീതി